നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഓം ശം ശനീശ്വരായ നമഃ. പ്രിയമുള്ള ഡോക്ടർ മഹാരാജ് പ്രേക്ഷകൻ, 9 രാശിക്കാരുടെ വക്രഗതിയിലുള്ള ശനിയുടെ സഞ്ചാരത്തെ ആസ്പദമാക്കി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മകരം, കുംഭം, മീനം രാശിക്കാരുടെ വക്രഗതിയിലുള്ള ഈ ശനിയുടെ ശുഭാശുഭ ഫലങ്ങളെ പറ്റിയാണ് ഡോക്ടർ മാരാർജി ചർച്ച ചെയ്യുന്നത്. പ്രദക്ഷിണമായിട്ടാണ് ഗ്രഹങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്നത്. സംടൈംസ്, ചിലപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസായി അപ്രദക്ഷിണമായി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. ഇതിനെയാണ് വക്രം എന്ന് പറയുന്നത്. വക്രിനസ്തു മഹാവീര്യാഹ, വക്രികളായ ഗ്രഹം നല്ല വീര്യത്തെ പ്രദാനം ചെയ്യുന്നു. വക്രംഗതോ സ്വച്ഛബലം വിദധ്യാത് എന്ന് പ്രത്യേകം ആചാര്യർ പരാമർശിക്കുന്നു. വക്രമായി വരുന്ന ഗ്രഹം ഉച്ചഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ശനിയുടെ ഈ വക്രഗതിയെ ഇത്ര പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷികൾ ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിന് പ്രത്യേക കാരണമുണ്ട്. ശനിയാണ് ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ ചെലവഴിക്കുന്നത്. 2.5 വർഷം. 1.5 വർഷം ചെലവഴിക്കുന്നു രാഹുകേതുക്കൾ. പക്ഷെ രാഹുകേതുക്കൾ എപ്പോഴും അപ്രദക്ഷിണമായിട്ട് വക്രിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 1 വർഷക്കാലം സഞ്ചരിക്കുന്നു. വ്യാഴത്തിൻ്റെ വക്രവും വളരെ വിശേഷതകളുണ്ട്. ശനിയുടെ ഈ വക്രഗതി ആരംഭിക്കുന്നത് ജൂൺ മാസം 30-ാം തീയതി മുതൽ നവംബർ 15 വരെയുള്ള 139 ദിവസക്കാലമാണ്. അതായത് 4.5 മാസക്കാലം. സൂചിപ്പിച്ചു, വക്രിയായ ഗ്രഹം നന്മകൾ പ്രദാനം ചെയ്യുന്നു. കാരണം 2.5 വർഷം സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അത്യന്തം ആവേശത്തോടുകൂടി പിറകിലോട്ട് സഞ്ചരിക്കുന്നത്. സൂര്യൻ്റെ 5, 6, 7, 8, 9 ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് വക്രമുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യമായി മകരം രാശിക്കാർക്ക് എങ്ങനെയാണ് ഈ രാശിചാരത്തിന് വക്രഗതിക്ക് സ്വാധീനമുണ്ടാകുന്നതെന്നാണ് ആദ്യത്തെ നമ്മുടെ ചർച്ചാ വിഷയം. മകരം രാശി എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഈ രാശിക്കാർക്ക് സ്വതവേ അനുകൂലമായൊരു സമയമാണിപ്പോൾ. 5-ൽ വ്യാഴം നിൽക്കുന്നു, ചൊവ്വ ബലവാനായി നിൽക്കുന്നു, സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, 3-ൽ രാഹു നിൽക്കുന്നു. എന്തുകൊണ്ടും ചാരവശാൽ മകരം രാശിക്കാർക്ക് ഒരു നല്ല വർഷമാണ്. മെയ് മാസം 1 മുതൽ വ്യാഴം മാറിയത് മുതൽ അന്നും മകര രാശിക്കാർക്ക് രാശ്യധിപനായ ശനി അതിശക്തമായി 45 ഡിഗ്രി ബലത്തിൽ 2-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിൽക്കുന്ന ഈ മകരം രാശിക്കാർക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഒന്ന് തള്ളിക്കൊടുത്താൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. അതാണ് ഇവിടെ ശനി ചെയ്യുന്നത്. ഒരു പ്രോത്സാഹന വാക്ക്, ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും ജഡ്ജിമാർ പറയുകയാണ്, നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് പറയുമ്പോൾ ആ മത്സരാർത്ഥിക്കുണ്ടാകുന്ന ആ ആത്മവിശ്വാസം, ഈ ആത്മവിശ്വാസത്തെ 2-ൽ നിൽക്കുന്ന ശനി പ്രദാനം ചെയ്യുന്നു. യാത്ര പോകുന്നവർക്ക് വളരെയധികം ആനുകൂല്യം ഈ ശനി നൽകുന്നു. വക്രിയായ ശനി. മകരം ചരരാശിയാണ്. ഇറ്റ് ഈസ് എ ട്രാവലിംഗ് സൈൻ. അടനഹ, അടതി ഇതി അടനഹ. ഒരു ദേശത്തിൽ നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നു. ആ സഞ്ചാരത്തിന് ഏറ്റവും അനുകൂലമാക്കുന്നു ഈ 2-ാം ഭാവത്തിൽ വക്രിയായി വരുന്ന ശനി. സാമ്പത്തിക വിഷയത്തിലേക്ക് വളരെ നല്ല സ്രോതസ്സുകൾ ഓപ്പണായി വരികയാണ്. അതിനാൽ ധനപരമായ വിഷയത്തിൽ വളരെ ആനുകൂല്യ സ്ഥിതിയാണ്. എഴുത്തുകാർക്ക് എഴുതി കാശ് വാങ്ങാനാവുന്ന സമയമാണ്. കാരണം അവർക്ക് 5-ൽ വ്യാഴമാണ്. വിലാസേ മധിർ ബുദ്ധികേ ദേവബുജ്ജേ ഭവേ ജൽപക കൽപകോ ലേഖകോവ
കൽപ്പിക്കുന്നവർക്കും എഴുത്തുകാർക്കും ലേഖകന്മാർക്കും ഏറ്റവും അനുകൂലമാണ്. തൻ്റെ പുസ്തകങ്ങൾ, തൻ്റെ കൃതികൾ, താൻ എഴുതിയ പ്രബന്ധങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് പ്രസിദ്ധീകരിക്കുവാനും അതിലൂടെ പ്രശസ്തി ലഭിക്കുവാനും പ്രശസ്തി പത്രം ലഭിക്കുവാനും പ്രശസ്തി ഫലകം ലഭിക്കുവാനും ഒക്കെ ഈ ശനി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ഭൂരിദ്രവ്യോ നിപഹൃതധനി വക്രരോഗി ദ്വിതീയേ എന്നാണ് രണ്ടിൽ നിൽക്കുന്ന സൂര്യനും ശനിക്കും ആചാര്യൻ ഫലം പറഞ്ഞിട്ടുള്ളത്. ഭൂരിദ്രവ്യ ധാരാളം ധനം കിട്ടും. നിപഹൃതധനി രാജാവ് തൻ്റെ ധനം അപഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം. അവിചാരിതമായ ചില ലോട്ടറി ലക്കുകളൊക്കെ വരും ഈ സമയത്ത് മകരം രാശിക്കാർക്ക്. കാരണം ധനാധിപൻ 45 ഡിഗ്രി ബലമാണ്. അവിടെ വ്യാഴം സപ്പോർട്ട് ചെയ്യുന്നു. ധനപതിയായ വ്യാഴത്തിന്റെ സപ്പോർട്ട് 5-ാം ഭാവം. സൂക്ഷ്മബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കരുക്കൾ നീക്കുക. ഈ പടക്കളത്തിൽ നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് വരും, ഒരു സംശയവുമില്ല. അത്ര ശക്തമാണ് മകരം രാശിക്കാർക്ക് ഇവിടെ രണ്ടിൽ നിൽക്കുന്ന വക്രിയായി വരുന്ന ഈ ശനിയുടെ 4.5 മാസത്തെ കാലയളവ്. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, ഭർത്തവ്യമാണ്. താൻ ഭരിക്കപ്പെടേണ്ടുന്ന ജനങ്ങളാണ് 2-ാം ഭാവം. അവിടെ സമാധാനമുണ്ടാകുന്നു. അതിനാൽ കുടുംബശാന്തി ലഭിക്കുന്നു. കുടുംബത്തിൽ തനിക്ക് ഒരു പ്രാമാണിത്വം കൈവരുത്തുന്നു രണ്ടിൽ നിൽക്കുന്ന ശനി. അതിനാൽ ഈ മകരം രാശിക്കാർക്ക് കുടുംബ വിഷയത്തിൽ, കുടുംബജീവിതത്തിൽ തനിക്ക് പ്രയാസമുള്ള, പരിഹരിക്കാൻ ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞ് വളരെ നല്ല ഒരവസ്ഥ സംജാതമാവുകയാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി വരുമ്പോൾ തന്നെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകും. തൻ്റെ കുട്ടികളെയും ഭാര്യയെയും ഷോപ്പിങ്ങിന് കൊണ്ടുപോകാം. അവർക്ക് നല്ല വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഏത് മഞ്ഞുമലയും ഉരുകി താഴോട്ട് പതിക്കുന്നതാണ്. മകരം രാശിക്കാരെ പറ്റി അധികം ഒന്നും ഈ വേളയിൽ സംസാരിക്കാനില്ല. നിങ്ങൾക്ക് വേണ്ട മന്ത്രങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ്. അടുത്തതായി കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചതയം നക്ഷത്രം, പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു കുംഭം രാശി. ഇന്ന് കുംഭം രാശിക്കാർക്ക് ലഗ്നത്തിൽ ശനി നിൽക്കുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ 45 ഡിഗ്രി ബലവാനായി ശശമഹായോഗം ചെയ്ത് ശനി നിൽക്കുന്നു. 2-ൽ രാഹു, 4-ാം ഭാവത്തിൽ വ്യാഴം, ഗ്രഹങ്ങളൊക്കെ തന്നെ വളരെ അനുകൂലമായ ഒരവസ്ഥയിൽ നിൽക്കുന്നു. സ്വതവേ കുംഭം രാശി ഒരു സ്പിരിച്വലായ രാശിയാണ്. ആത്മീയമായ ഒരു സുഖത്തെ പ്രദാനം ചെയ്യുന്ന രാശിയാകുന്നു കുംഭം രാശി. അവിടെ ആത്മീയ ഗ്രഹമായ ശനി അതിശക്തമായി നിലകൊള്ളുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു 4-ാം ഭാവത്തിൽ നിൽക്കുന്ന തപസ്യ എന്ന ഫലത്തോടുകൂടി നിൽക്കുന്ന വ്യാഴവും. അതുകൊണ്ട് ആത്മീയമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ ശനി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ് വക്രഗതിയിലുള്ള ഈ സഞ്ചാരകാലം. അനാഥാലയങ്ങൾ, ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇവർക്കൊക്കെ ഒരു വസന്തകാലമാണ് സംജാതമാകുന്നത്. അവർക്കൊക്കെ തന്നെ ഈ സമയത്ത് ഗവൺമെന്റ് തടഞ്ഞു വെച്ച ഗ്രാൻറ്റുകൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്നും വരുന്ന ഫണ്ടുകളൊക്കെ തന്നെ റിലീസാകുന്ന ഒരു അനുഭവം വരുന്നു ഈ 4.5 മാസക്കാലം. സസൂക്ഷ്മം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉത്സാഹിക്കുക. അനുഭവം 100-ൽ 100 എന്ന് പറയുന്ന രാശിയാകുന്നു ഇന്ന് കുംഭം രാശി. ലഗ്നേ ബലിഷ്ഠേ ജഗതി പ്രഭുത്വം സുഖസ്ഥിതിം ദേഹബലം സുവർച്ചഃ ഉപര്യുപരി അഭ്യുദയാഭിവൃദ്ധിം പ്രാപ്തേ ബാലേന്ദവദേശജാതഃ. ബാലചന്ദ്രനെ പോലെ ഉപരി മെല്ലെ മെല്ലെ ഉയർച്ചയോടുകൂടി വന്ന് പൗർണമിയിലേക്ക്, പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നു ഈ ഒരു സമയം. ബലവാനായ ലഗ്നാധിപന്റെ സമയത്ത് ജഗതി പ്രഭുത്വം, ലോകത്തിൽ പ്രഭുത്വം ഉണ്ടാകുന്നു. പ്രഭു എന്നാൽ ധനികനാണ്. സുഖസ്ഥിതി, നല്ല സുഖഭോഗങ്ങളോടുകൂടി ജീവിക്കുവാൻ കഴിയുന്നു. നല്ല ദേഹബലത്തെ ഉണ്ടാക്കുന്നു. ശരീരകാന്തി പ്രദാനം ചെയ്യുന്നു. ഇതൊക്കെ കുംഭം രാശിക്കാർക്ക് ഈ വക്രിയായ ശനി പ്രദാനം ചെയ്യുന്നു.
വളരെ അനുകൂലമായ ഒരു കാലമാകുന്നു ഈ 4.5 മാസക്കാലം. പ്രഭുവിൽ നിന്ന് വരവ് വരുന്നു. തൻ്റെ ബോസ്, ഹയർ ഓഫീസർ, അതോറിറ്റി ഇവരിൽ നിന്നും തനിക്ക് ലാഭമുണ്ടാകുന്നു. നവം ഭവനം, പുത്തൻ വീടിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും വളരെ അനുകൂലമായ 4.5 മാസക്കാലമാണ് നിങ്ങളുടെ കുംഭം രാശിക്കാരുടെ മുന്നിലുള്ളത്. സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ശനീശ്വരൻ നിങ്ങളെ നയിക്കുന്നതാണ്. അനാഥാലയങ്ങൾ, അതേ രീതിയിൽ ഓൾഡ് ഹോംസ്, ഇതൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ കൺസ്ട്രക്റ്റീവായ പ്ലാനറ്റ് ആകുന്നു ശനി. അതിനാൽ നിർമ്മാണ മേഖലയിലും വളരെയധികം നല്ല തൊഴിലാളികളെ, ഊർജ്ജസ്വലരായ തൊഴിലാളികളെ ലഭിക്കുന്നു. ശനി തൊഴിലാളികളുടെ കാരകനാണ്. നല്ല തൊഴിലാളികളെ ലഭിക്കുന്നു. അത് മാത്രമല്ല, ഫാമിലി ലൈഫിലും വളരെയധികം സുഖവും സ്വസ്ഥതയും വരുന്നു. വിവാഹങ്ങൾക്കായി സഞ്ചരിക്കുവാനുള്ള സൗഭാഗ്യങ്ങൾ വരുന്നു. തീർത്ഥാടനത്തിന് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുക. ട്രാവൽ ഏജൻസികൾക്കും ട്രാവൽ ഏജൻസിനും ഈ ഒരു 4.5 മാസക്കാലം ധാരാളം ധനം വന്നിച്ചേരുന്ന സമയമാണ്. അടുത്തതായി മീനം രാശി. പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി, ഈ 2.25 നക്ഷത്ര കൂട്ടങ്ങളാകുന്നു മീനം രാശി. മീനം രാശിക്കാർക്ക് പ്രായേണ വിദേശവുമായി ബന്ധമുള്ള രാശിയാണ്. 2 മത്സ്യങ്ങളാണ് ഇതിൻ്റെ എംബ്ലം, ചിഹ്നം. ജലചര ധനഭോക്ത, വെള്ളത്തിൽ സഞ്ചരിച്ച് ധനം ലഭിക്കുന്നു. ഇത് മീനം രാശിക്കാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അത് മത്സ്യവ്യാപാരമായാലും ജ്യൂസ് വിൽക്കുകയാണെങ്കിലും കൃഷിഭൂമിയുമായി ബന്ധപ്പെടുന്ന, വെള്ളവുമായി ബന്ധപ്പെടുന്ന ഉൽപാദന മേഖലയിൽ വളരെയധികം പ്രാവീണ്യവും പ്രാഗൽഭ്യവും മീനം രാശിക്കാർക്ക് കൈവരുന്നതാണ്. ഇന്ന് പ്രായേണ മീനം രാശിക്കാർക്ക് വളരെ ദുർബലമായാണ് ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. അവർക്ക് 7 ശനിയുടെ ആരംഭവും തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ശനി ഒരു ബന്ധനയോഗത്തെ പ്രദാനം ചെയ്യുന്ന കാലമാണ്. ചതിയിൽപ്പെടുക, ധനം മുഴുവനും നശിച്ചു പോകുക, വീട്ടിൽ കള്ളന്മാരുടെ ഉപദ്രവമുണ്ടാവുക, ഇതിനെല്ലാം തന്നെ ഒരു വലിയ മാറ്റം ഈ 4.5 മാസക്കാലം ശനീശ്വരൻ പരിഹാരം തരുന്നതാണ്. ബന്ധനത്തിൽപ്പെടുന്ന വ്യക്തിക്ക് ഈ ചാരവശാലുള്ള സമയത്ത് ജാമ്യത്തിന് അപേക്ഷിക്കാം. ബന്ധനത്തിൽ നിന്നും മോചിതനാകാം. തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനം ഏതെങ്കിലും രീതിയിൽ മധ്യസ്ഥത വഹിച്ച് ജൂൺ 30 മുതൽ നവംബർ 15 വരെയുള്ള 4.5 മാസക്കാലം സാമ ഉപായത്തിലൂടെ വാങ്ങുവാൻ ശ്രമിക്കുക. ഒരു പരിധിവരെ നിങ്ങൾ അതിൽ വിജയിക്കുന്നതാണ്. മീനം രാശിക്കാരാണ് ശനീശ്വരനെ ഏറ്റവും അധികം പ്രാർത്ഥനയിലൂടെ സന്തോഷിപ്പിക്കേണ്ടത്. മകരം, കുംഭം, മീനം രാശിക്കാർക്ക് എല്ലാം തന്നെ ഇപ്പോൾ 7.5 ശനിയാണ്. അതിൽ ഏറ്റവും കാഠിന്യമുള്ളത് ജന്മശനി അനുഭവിക്കുന്ന കുംഭം രാശിക്കാരാണ്. ഈ വക്രഗതിയിലുള്ള സഞ്ചാരം ഇതിനൊക്കെ തന്നെ, ഈ 7.5 ശനിക്കൊക്കെ തന്നെ വലിയൊരളവിൽ പരിഹാരമാകുന്നു ഈ 4.5 മാസക്കാലം. അതിനായി ശ്രമിക്കുക. പരിശ്രമമാണ് ഏതിൻ്റെയും അടിസ്ഥാന വിജയം. ഉത്സാഹി ലഭതേ കാര്യം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ഈ കാലയളവിൽ നിങ്ങൾക്ക് 7.5 ശനിക്കാലത്തും ഈ കാലയളവിലും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന മന്ത്രമാകുന്നു. ശനീശ്വരൻ എനിക്ക് സുഖവും സ്വസ്ഥതയും തരട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം നിങ്ങൾക്ക് കത്തിക്കാം, അല്ലെങ്കിൽ എള്ളിതിരി കത്തിക്കാം. ശാരീരിക ക്ഷീണമുണ്ടെങ്കിൽ ജലത്തിൽ എള്ളിട്ട് ആ എള്ള് വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാം. ഒരു വലിയ ഊർജം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അന്നദാനം ചെയ്യുന്നത് ശനീശ്വരന് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. ശനിയെ സന്തോഷിപ്പിക്കുവാനുള്ള ഉപായവുമാണ്. ഏതായാലും മകരം, കുംഭം, മീനം രാശിക്കാർക്ക് ഈ ശനീശ്വരൻ്റെ
വക്രഗതിക്കാലം വളരെയധികം മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അതിനുവേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുക. പരിഹാരങ്ങൾ ക്ഷേത്ര ദർശനത്തിലൂടെയും ചെറിയ ചെറിയ ഉപായത്തിലൂടെയും ചെയ്തു തീർത്ത് പ്രസന്നനായ ശനീശ്വരൻ്റെ, നവഗ്രഹങ്ങളിൽ ഈശ്വരൻ ശനീശ്വരന് മാത്രമേ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ പ്രാർത്ഥനയിലൂടെ നല്ല ഒരു വക്രഗതിക്കാലം ഈ രാശിക്കാർക്ക് ഡോക്ടർ മാരാർജി നേരുന്നു. നന്ദി, നമസ്കാരം.